വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. അപ്പം നമ്മളിപ്പോൾ HSST ബോട്ടണി സീരീസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സെൽ ബയോളജി എന്ന് പറയുന്ന മൊഡ്യൂൾസിലുള്ള സൈറ്റോസ്കെലിറ്റൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പാർട്ട് 1 ആയിട്ട് എടുത്തത്. ആ ഒരു സൈറ്റോസ്കെലിറ്റണിൽ മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആദ്യം പോയിട്ട് കാണുക. അതിൽ രണ്ടാമത് വരുന്ന ഒരു പ്രോട്ടീൻ മോളിക്യുലാർ സ്ട്രക്ചറാണ് മൈക്രോ ഫിലമെൻറ്റ് അല്ലെങ്കിൽ ആക്റ്റിൻ ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനിങ്ങുമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ HSST എക്സ്പയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ 7 മണിക്കാണ് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പം മൈക്രോ ഫിലമെന്റ് എന്താണ്? മൈക്രോ ഫിലമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മൈക്രോ ഫിലമെന്റിന് പറയുന്ന വേറൊരു പേരാണ് ആക്റ്റിൻ ഫിലമെന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ സൈറ്റോസ്കെലിറ്റണിലെ മെജോറിറ്റി പാർട്ടും അടങ്ങിയിട്ടുള്ളത് മൈക്രോ ട്യൂബ്യൂൾ ആണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഏറ്റവും കുറവ് തിന്നസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, തിക്കായിട്ടുള്ള ആൾക്കാരാണ് മൈക്രോ ട്യൂബ്യൂള്, 25 നാനോമീറ്റർ. അതേപോലെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള സൈറ്റോസ്കെലിറ്റനിലുള്ള സ്മോളസ്റ്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് മൈക്രോ ഫിലമെന്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 7 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ള ആൾക്കാരാണ് മൈക്രോ ഫിലമെന്റ് അല്ലെങ്കിൽ ആക്റ്റിൻ. സോ ഈ ഒരു ആക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ആക്റ്റിൻ പ്രോട്ടീൻസ് ആണ് ഉണ്ടായിരിക്കുക. ഇതാ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഇത് 1, ഇതേപോലെ 2 അല്ലേ? ആ 2 ആക്റ്റിൻ പ്രോട്ടീൻ ചെയിൻസ് ട്വിസ്റ്റഡ് ചെയ്ത് ഒരു ഡബിൾ ഹെലിക്സ്, DNA ഡബിൾ ഹെലിക്സ് പോലെ ട്വിസ്റ്റഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക 2 ആക്റ്റിൻ ഫിലമെന്റ്സ്. സോ ഇതിന്റെ മോണോമർ, ഇതൊരു പ്രോട്ടീൻ ആക്റ്റിൻ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ് അല്ലേ? ആ പോളിമറിന്റെ ഒരു മോണോമർ, അതായത് ഈ ഒരു സ്ട്രക്ചറിൽ ഒരു ബീഡ്, അതിനെയാണ് ഒരു മോണോമർ എന്ന് പറയുന്നത്. ഈ ഓരോ ബീഡിനെയും അല്ലെങ്കിൽ അതിന്റെ മോണോമർ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബുലാർ മോളിക്യൂൾ അല്ലെങ്കിൽ G ആക്റ്റിൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഗ്ലോബുലാർ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് ഒരു ഫിലമെന്റ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ 2 ഫിലമെന്റ് ഉണ്ട്. അതിൽ ഓരോ ഫിലമെന്റ് ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് F ആക്റ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോണോമർ എന്ന് പറയുന്നത് G ആക്റ്റിൻ ആണ്. G ആക്റ്റിൻ മോണോമേഴ്സ് ലിങ്ക്ഡ് ടുഗദർ ടു ഫോം എ ലോങ് ഫൈബ്രസ് ചെയിൻ കോൾഡ് F ആക്റ്റിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 F ആക്റ്റിൻ സ്ട്രാൻഡ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെലിക്കലി ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ഡബിൾ ഹെലിക്സ് ഫോം ആയിട്ട് മാറുന്നത്. അപ്പം നമ്മൾ മൈക്രോ ട്യൂബ്യൂൾ പറഞ്ഞതുപോലെ തന്നെ മൈക്രോ ഫിലമെന്റ്സും ഹൈലി ഡൈനാമിക് ആണ്. അതായത് അവയ്ക്ക് 2 പോൾസ് ഉണ്ട്. ഒരു പ്ലസ് എൻഡും ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് എൻഡും ഉണ്ടായിരിക്കും. നമ്മൾ മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറയുമ്പോൾ GTP അസോസിയേറ്റഡ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. മൈക്രോ ഫിലമെന്റിന്റെ കേസിൽ അത് ATP ആണ്. അപ്പോൾ ATP ബൈൻഡ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് പ്ലസ് എൻഡും ADP അസോസിയേറ്റഡ് റീജിയൻ എന്ന് പറയുന്നത് മൈനസ് എൻഡും ആണ്. അപ്പോൾ ഹൈലി ഡൈനാമിക് ആണ്. അതിൽ പോളിമറൈസേഷൻ അല്ലെങ്കിൽ അസംബ്ലേജ്, ഗ്രോത്ത് നടക്കുന്നത് എപ്പോഴും പ്ലസ് എൻഡിലും, ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഡിസ്അസംബിൾ നടക്കുന്നത് ADP ബൈൻഡിങ് അസോസിയേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് എൻഡിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് മൈക്രോ ഫിലമെന്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ സെൽ ഡിവിഷന്റെ സമയത്ത് സഹായിക്കുന്നുണ്ട്, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിങ്ങിന് സഹായിക്കുന്നു, മസിൽ കോൺട്രാക്ഷൻ, ചേഞ്ചസ് ഇൻ ദ സെൽ ഷേപ്പ്. ഇവയ്ക്ക് ആ ഒരു ആക്റ്റിൻ ഫിലമെന്റിന്റെ ഷേപ്പ് ചേഞ്ച് ആക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മൈക്രോ ട്യൂബ്യൂൾ പോലെ സെല്ലിന്റെ ഷേപ്പ് ചേഞ്ച് ആക്കാനും മൈക്രോ ഫിലമെന്റ്സിന് പറ്റും. ദ നെക്സ്റ്റ് വൺ ആണ് സെൽ മോട്ടിലിറ്റി. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി എങ്ങനെയാണ് ഈ ഒരു മൈക്രോ ഫിലമെന്റിന്റെ പോളറൈസേഷനും ഡീപോളറൈസേഷനും ഗ്രോത്തും ഷ്രിങ്കേജും നടക്കുന്നത്, ഇവിടെ ഫംഗ്ഷനിങ് എങ്ങനെയാണ് എന്നാണ് അടുത്ത സ്ലൈഡിൽ നോക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു മൈക്രോ ഫിലമെന്റ്സിന്റെ ഗ്രോത്ത് ആൻഡ് ഷ്രിങ്കേജ് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമ്മൾ മൈക്രോ ട്യൂബ്യൂൾസിന്റെ കേസിൽ പഠിക്കുമ്പോഴും ഈ ഒരു ട്രെഡ്മില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്ലസ് എൻഡും ഒരു മൈനസ് എൻഡും ഉണ്ട്, അവ ഡൈനാമിക് ആണ്. പ്ലസ് എൻഡിലാണ് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുന്നത് അല്ലേ? പ്ലസ് എൻഡിലെ ഗ്രോത്ത് നടക്കുമ്പം അതേ ടൈം തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് നെഗറ്റീവ് എൻഡിൽ എന്ത് നടക്കുന്നുണ്ട്, ഷ്രിങ്കേജും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് ആക്ച്വലി ട്രെഡ്മില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെഡ്മില്ലിംഗ്, അതിന്റെ ആവശ്യകത എന്താണ്? ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ ഈ ഒരു മൈക്രോ ഫിലമെന്റിന്റെ ലെങ്ത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്, സബ് യൂണിറ്റിന്റെ മൂവ്മെന്റ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച്, അതായത് ഒരു മോണോമർ ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരു മോണോമർ അവിടുന്ന്
പുറത്തോട്ട് പോകുകയും വേണം. എന്നാൽ മാത്രമേ ആ ഒരു മൂവ്മെന്റ് ആയിക്കോട്ടെ, നമ്മൾ ഒരു റബ്ബർ വലിയുന്ന ആ ഒരു ഇതുപോലെ തന്നെ ആ ഒരു ട്രെഡ്മില്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആക്റ്റിൻ ഫിലമെന്റിന്റെ അല്ലെങ്കിൽ ട്യൂബ്യൂൾ ആണെങ്കിൽ ട്യൂബ്യൂളിന്റെ ലെങ്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇങ്ങനെയാണ് ആ ഒരു ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താണ് ട്രെഡ്മില്ലിംഗ് അല്ലെങ്കിൽ എന്താണ് ഡൈനാമിക് ഇൻസ്റ്റെബിലിറ്റി എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ഈ ഒരു ആക്റ്റിൻ ഫിലമെന്റിന്റെ പ്ലസ് എൻഡ്, ഇതാണ് പ്ലസ് എൻഡ്. അവിടെയാണ് അസോസിയേഷൻ അല്ലെങ്കിൽ മോണോമർ അസോസിയേഷൻ നടക്കുന്നത്. മൈനസ് എൻഡിൽ ഡിസോസിയേഷൻ ആണ് നടക്കുന്നത്. അപ്പം ഒരു മോണോമർ ഉണ്ട്. ആ ഒരു മോണോമർ എന്ന് പറയുന്നത് ജി ആക്റ്റിൻ ആണ്. ഈ ഒരു ജി ആക്റ്റിൻ എന്ന് പറയുന്നത് ATP അസോസിയേറ്റഡ് ആയിട്ടുള്ള മോണോമർ ആയിരിക്കും. അതായത് ATP ബൈൻഡ് ചെയ്ത മോണോമർ ഏതാണോ അതായിരിക്കും പ്ലസ് എൻഡിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സീഡിംഗ് എന്നാണ് പറയുന്നത്. ATP അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ജി ആക്റ്റിൻ മോണോമർ എന്ത് ചെയ്യും, പ്ലസ് എൻഡിൽ വന്ന് ബൈൻഡ് ചെയ്യും. അതേ ടൈം ഒരാള് നെഗറ്റീവ് എൻഡിന് എന്ത് ചെയ്യാണ്, ഡിസോസിയേറ്റ് ചെയ്യാണ്. എങ്ങനെയുള്ള മോണോമർ ആണ് ഈ ഒരു മൈനസ് എൻഡിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്? ADP അസോസിയേറ്റഡ് ആയിട്ടുള്ള മോണോമർ ആയിരിക്കും എവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്, നെഗറ്റീവ് എൻഡിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അത് ഡീപോളറൈസേഷൻ ആണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പം ഏത് സമയത്തും ഈ ഒരു പ്ലസ് എൻഡിൽ ATP അസോസിയേറ്റഡ് ആയിട്ടുള്ള മോണോമർ ബൈൻഡ് ചെയ്യുന്നു, തൊട്ടപ്പുറത്ത് ADP അസോസിയേറ്റഡ് ആയിട്ടുള്ള മോണോമർ ബൈൻഡ് ചെയ്യുന്നു. സോ പോളറൈസേഷനും ഡീപോളറൈസേഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിനെ സീഡിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ആക്റ്റിൻ ഫിലമെന്റിന്റെ ലെങ്ത് സെല്ലിന്റെ ഉള്ളിൽ ഈക്വൽ ആയിട്ട് നിലനിർത്തും. ഓക്കെ, എപ്പോഴും ഈ ഒരു ലെങ്ത് ഈക്വൽ ആയിരിക്കും. സോ മെയിൻ ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് ഒന്ന് പൊളാരിറ്റി നമ്മൾ പറഞ്ഞു. ആക്റ്റിൻ ഫിലമെന്റ് പോളാർ ആണ്, പ്ലസ് എൻഡും മൈനസ് എൻഡും ഉണ്ട്. ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ATP ഡിപ്പെൻഡന്റ് ആണ്. ATP ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നത്. ATPയുടെ ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡീപോളറൈസേഷൻ ആണ് നടക്കുക. ദെൻ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ, ഒരു സ്പെസിഫിക് മോണോമർ കോൺസെൻട്രേഷൻ ആണ് ഈ ഒരു ട്രെഡ്മില്ലിങ്ങിന് ആവശ്യമാണ്. ഇപ്പൊ 2 ATP ആണെങ്കിൽ ആ 2 എണ്ണം മാത്രമേ ആവശ്യമുള്ളൂ അവിടെ. ഡൈനാമിക് ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ഫിലമെന്റ് സെല്ലിന്റെ ഉള്ളിൽ എപ്പോഴും ലെങ്ത് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സബ് യൂണിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡൈനാമിക് ഇൻസ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ലെങ്ത് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് നിലനിർത്താൻ വേണ്ടി പറ്റും. ഫിലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ആക്റ്റിൻ സ്ട്രക്ചേഴ്സ് ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ്. നമ്മൾ ഫംഗ്ഷൻ പറയുമ്പോൾ പറഞ്ഞു ആക്റ്റിൻ ഫിലമെന്റ്സ് സെല്ലിന്റെ മോട്ടിലിറ്റിക്കും സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിങ്ങിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ ഒരു ആക്റ്റിന്റെ പല ടൈപ്പ് ഫോം അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് 4 ടൈപ്പ് ആണ് ആ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നത്. ഒന്ന് പ്രൊട്രൂഷൻസ് ആയിട്ട് കാണുന്ന ആക്റ്റിൻ സ്ട്രക്ചേഴ്സ്. അപ്പൊ എങ്ങനെയാണ് അതിലെങ്ങനെയാണ് ആങ്കറിങ്ങിനും അഡിഷനും സഹായിക്കുന്നത്, കോൺട്രാക്ഷനും മൂവ്മെന്റിനും എങ്ങനെയാണ് സഹായിക്കുന്നത്, എന്താണ് ആക്റ്റിൻ മയോസിൻ ഇന്ററാക്ഷൻ. ഈ 4 കാര്യങ്ങളാണ് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊട്രൂഷൻ ആണല്ലേ. പ്രൊട്രൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് സെല്ലിന്റെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന 2 സ്ട്രക്ചേഴ്സ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ ലാമെല്ലിപോഡിയം, സെക്കൻഡ് വൺ ഫിലോപോഡിയം. സോ ഒരു ലാമെല്ലിപോഡിയം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ലാമെല്ലിപോഡിയം ആണ് കേട്ടോ. അപ്പൊ സെൽ മെംബ്രെയിൻ ഉണ്ട്. ആ ഒരു സെൽ മെംബ്രെയിന് അതിന്റെ ആ ഒരു പുതിയ ടെറിട്ടറിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു ഫുഡ് ഉണ്ട്, ആ ഫുഡിന്റെ അടുത്തേക്ക് ഒന്ന് നീങ്ങണമെങ്കിൽ ആ സെൽ വാളിനെ പുറത്തേക്ക് ഒന്ന് പുഷ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഷ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ലൈക്ക് ആയിട്ടുള്ള ആക്റ്റിൻ ഫിലമെന്റിനെയാണ് നമ്മൾ ലാമെല്ലിപോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫിലോപോഡിയം ആണെങ്കിൽ ഈ ഒരു ലാമെല്ലിപോഡിയത്തിന്റെ എക്സ്റ്റൻഷൻ ആണ്. ലാമെല്ലിപോഡിയത്തിന്റെ ടിപ്പിൽ അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കുറെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ മെയിൻലി സെൻസറിങ്ങിനും ആങ്കേഴ്സിനുമാണ് സഹായിക്കുന്നത്. ഓക്കെ, സെർവിങ് ആസ് എ സെൻസേഴ്സ് ആൻഡ് ആങ്കേഴ്സ് ദാറ്റ് ഹെൽപ്സ് ദ സെൽ ടു നാവിഗേറ്റ് ത്രൂ cells and establish new point of attachment to the surface. അതായത് സെൽ ഇങ്ങനെ ടിഷ്യൂയിലൂടെ ഇങ്ങനെ നാവിഗേറ്റ് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സർഫേസിൽ ആ സെല്ലിനെ വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ അവിടെ ഒരു അറ്റാച്ച്മെന്റ് പോയിന്റ് ഉണ്ട് എന്ന് അറിയാണെങ്കിൽ അതിനൊരു സെൻസറിങ്ങും വേണം. സെൻസർ ചെയ്തതിന് ശേഷം ആങ്കർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്ട്രക്ചറും വേണം. അതിനെയാണ് നമ്മൾ ഫിലോപോഡിയം എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആങ്കറിങ് ആൻഡ് അഡീഷൻ. മെയിൻലി ഫിലോപോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കൂടാതെ പല ആക്റ്റിൻ ബണ്ടിൽസും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫിലോപോഡിയം ഉണ്ട്. ആ ഒരു ഫിലോപോഡിയം എന്ന് പറയുന്നത് ഒരു സെൽ മെംബ്രെയിനുമായിട്ട് ബൈൻഡ് ചെയ്യണം, അല്ലെ ഔട്ടർ മെംബ്രെയിനുമായിട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ചില പ്രോട്ടീൻസിന്റെ സഹായം ആവശ്യമാണ്. ഫൈലോപോഡിയം ബൈൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീനാണ് ഇന്റഗ്രിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇന്റഗ്രിൻ എന്ത് ചെയ്യാണ്? ഫൈലോപോഡിയത്തെയും കൂടി ചേർത്തിട്ട് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൽ പോയിട്ട് അങ്ങ് ബൈൻഡ് ചെയ്യും. അപ്പൊ അവിടെ ആങ്കർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. നെക്സ്റ്റ് വൺ എങ്ങനെയാണ് മൂവ്മെന്റ് ആൻഡ് കോൺട്രാക്ഷനെ സഹായിക്കുന്നത്? ഒരു സെല്ലിന്റെ അകത്ത് ആ ഒരു സെൽ സ്ട്രക്ചർ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് മയോസിൻ എന്ന് പറയുന്ന ഒരു മോട്ടോർ പ്രോട്ടീൻ ആണ്. മെയിൻലി സ്ട്രെസ് ഫൈബേഴ്സ് ഉണ്ട്. ഒരു സ്ട്രെസ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ലിന്റെ ഇന്റീരിയറിൽ സ്പ്രെഡ് ചെയ്തേക്കുന്ന ആക്റ്റിൻ ഫിലമെന്റ്സിനെയാണ് സ്ട്രെസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രെസ് ഫൈബേഴ്സ്, അപ്പൊ ഈ ഒരു സ്ട്രെസ് ഫൈബേഴ്സ് എന്താ നമ്മൾ നോർമലി പറയുന്ന ആ ഒരു ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ മുകളില് മയോസിൻ എന്ന് പറയുന്ന മോളിക്യൂൾസ് ബൈൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താണ് ഈ ഒരു ആക്റ്റിൻ മയോസിൻ ഇന്ററാക്ഷൻ? കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള സ്ട്രക്ചറാണ്. അതിന്റെ ആനിമേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്താ പക്കയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വേഗം അണ്ടർസ്റ്റാൻഡിങ് ആക്കാൻ വേണ്ടി പറ്റും. സോ എന്താണ് ഈ ഒരു ആക്റ്റിൻ മയോസിൻ ഇന്ററാക്ഷൻ എങ്ങനെയാണെന്നൊരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇതാണ് ആക്റ്റിൻ ഫിലമെന്റ് എന്ന് വിചാരിക്കുക. ആക്റ്റിൻ ഫിലമെന്റിന്റെ മുകളിലൂടെ ഒരാൾ ഇങ്ങനെ നടക്കുകയാണ്. ആ നടക്കുന്ന ആളാണ് ആക്ച്വലി മയോസിൻ എന്ന് പറയുന്ന മോട്ടോ പ്രോട്ടീൻ. അപ്പൊ ആക്റ്റിൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യണം, അല്ലെ? ആക്റ്റിൻ ഇങ്ങനെ എന്താ ഗ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ മുകളിൽ ഈ മോട്ടോർ പ്രോട്ടീൻ ആയിട്ടുള്ള മയോസിൻ സ്ലൈഡിങ് ചെയ്ത് പോകും. അപ്പൊ ഈ മോട്ടോ പ്രോട്ടീൻ എന്ത് ചെയ്യും? താഴെയുള്ള ഈ ആക്റ്റിൻ ഫിലമെന്റിൽ ഒരു ഫോഴ്സ് കൊടുക്കും, ഒരു പവർഫുൾ ഫോഴ്സ് കൊടുക്കും. അവിടെ എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു മയോസിൻ എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്റ്റിനെ അങ്ങ് ക്രോള് ചെയ്യിപ്പിക്കും. ഓക്കെ. മയോസിൻ എന്ന് പറയുന്നത് ഒരു മോട്ടോ പ്രോട്ടീൻ ആണ്. അത് ആക്റ്റിന്റെ മുകളിലൂടെ ഗ്ലൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അങ്ങനെയാണ് ആക്റ്റിൻ മയോസിൻ ഇന്ററാക്ഷൻ നടക്കുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു ആക്റ്റിൻ ഫിലമെന്റിന്റെ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് മയോസിൻ ആക്റ്റിൻ എന്നുള്ള ഒരു സ്ട്രക്ചർ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. സോ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്.